നമസ്കാരം കുട്ടികളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാറ്റോണിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അനാലിസിസ് ഞാനൊന്ന് പറയാൻ പോകണം കേട്ടോ. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ അലൂമിനിയമാണ്. അവിടെ തരത്തുള്ളൂ, ബാക്കിയൊന്നും തരത്തില്ല. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ചെയ്യുമ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ 0 ചെയ്യണം, ഫസ്റ്റ് ചെയ്യണം, സെക്കൻഡിന് എഴുതി വെച്ചാൽ മതി. പിന്നെ തേർഡിലേക്കാണ്. തേർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിനുശേഷം അമോണിയം ക്ലോറൈഡ് NH4Cl, അതൊരു വെളുത്ത പൊടിയാണ്, നിങ്ങളുടെ സ്കൂളിലുണ്ടല്ലോ, അതിനല്പം അങ്ങോട്ട് ഇടുക. അതിനുശേഷം അല്പം അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH അതും അങ്ങോട്ട് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ അവിടെ ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ല, വൈറ്റ് ജെലാറ്റിനസ് കിട്ടുകയാണെങ്കിൽ ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ അലൂമിനിയം. അത് ഗ്രൂപ്പ് 3 ആണ്. ഗ്രൂപ്പ് 3 എന്ന് എഴുതണം കേട്ടോ, ഗ്രൂപ്പ് 3. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ അനാലിസിസ് അല്ല, ടെസ്റ്റാണ് ഈ പറഞ്ഞത്. ഓക്കെ, എന്താണ്? ആദ്യം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിനുശേഷം NH4Cl ഇടുക, ദെൻ NH4OH. പ്രത്യേകം ശ്രദ്ധിക്കുക, NH4Cl ഇട്ടതിന് ശേഷമേ NH4OH ഒഴിക്കാവുള്ളൂ കേട്ടോ. അതിന് കാരണം കോമൺ അയോൺ എഫക്റ്റ് എന്ന സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടത്, അതിൻ്റെ എഫക്റ്റ് കൊണ്ടായി പറയുന്നത്. അപ്പോൾ അൺവാണ്ടഡ് പ്രസിപ്പിറ്റൊക്കെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ കൺഫർമേറ്ററി ആണ്. കൺഫർമേറ്ററിയിലേക്ക് പോകുമ്പോൾ അവിടെ 2 ടെസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം അല്പം സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിനകത്തോട്ട് നിങ്ങളുടെ ഫില്ലർ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് 1-2 ഡ്രോപ്പ് സോഡിയം ഹൈഡ്രോക്സ് അങ്ങോട്ട് ഒഴിക്കുക. ആ ചെന്ന് വീഴുന്ന സ്ഥലത്ത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, പിന്നെ എക്സസ് ഓഫ് NaOH ഒഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഡിസപ്പിയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ച പറയാൻ സാധിക്കും ദ ഗിവൺ കാറ്റോൺ ഈസ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയത്തിൽ ഒന്നാമത്തെ കൺഫർമേറ്ററി ആണ്. നമുക്ക് ഒന്ന് പറയാം, സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, 1-2 ഡ്രോപ്പ് സോഡിയം ഹൈഡ്രോക്സ് ഒഴിക്കുക, അപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിനുശേഷം അതിനകത്ത് എക്സസ് ഓഫ് NaOH ഒഴിച്ചാൽ അത് കംപ്ലീറ്റ് ഡിസോൾവ് ആകും. അങ്ങനെ ആയാൽ ഉറപ്പിച്ച് പറയാം ദ ഗിവൺ കാറ്റോൺ ഈസ് അലൂമിനിയം. ഇതാണ് അതിൻ്റെ ഒരു കൺഫർമേറ്ററി. ഇനി രണ്ടാമത്തെ കൺഫർമേറ്ററി എന്താണെന്ന് വെച്ചാൽ, ഈ ആഷ് ടെസ്റ്റ് എന്ന സംഭവമുണ്ട്, ആഷ് ടെസ്റ്റ്. ഓക്കെ, ആഷ്, ചാരം, അതിൻ്റെ നിറം നോക്കിയുള്ള ടെസ്റ്റാണ്. അതിന് ചെയ്യേണ്ടതേ ഉള്ളൂ. നമ്മൾ ആദ്യമേ സോൾട്ട് എടുത്തു, അതിനുശേഷം അതിനകത്ത് കോൺസെൻട്രേറ്റഡ് ഗ്യാസ് ഒഴിക്കുക, എന്നിട്ട് കൊബാൾട്ട് നൈട്രേറ്റ്, ഒരു പിങ്ക് സൊല്യൂഷനാണ് കൊബാൾട്ട് നൈട്രേറ്റ്, അതും ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യങ്ങളൊന്നും ചെയ്യണം. ഫിൽറ്റർ പേപ്പർ ഉണ്ടല്ലോ, ലാബിലുണ്ട് ഫിൽറ്റർ പേപ്പർ, അതൊരല്പം എടുത്ത് ഒരല്പം നീളത്തിൽ ഒന്ന് മടക്കി ചെറുതാക്കുക. അത് കയ്യിൽ വെച്ചേക്കണം. എന്നിട്ട് വേണം ഹീറ്റിംഗ് തുടങ്ങാനായിട്ട്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റുക. ഓക്കെ, എന്നിട്ട് ആ ഫിൽറ്റർ പേപ്പർ ആ സൊല്യൂഷൻ അകത്തോട്ട് മുക്കണം. ശരിക്കും നനയണം അത്. ആ നനഞ്ഞ ഫിൽറ്റർ പേപ്പർ നമ്മുടെ ആ ബർണറിലോട്ട് കാണിക്കണം, തീയത്ത് കാണിക്കുക. ഒരു സ്വല്പം പിടിച്ച് കഴിയുമ്പോൾ അത് കത്തും. അത് ആ പേപ്പർ കത്തും, ഉറപ്പായിട്ട് കത്തും. ആ കത്തിന് ശേഷം കിട്ടുന്ന ചാരം ഇങ്ങെടുക്കുക. ആ ചാരത്തിന് നിറം നോക്കുക. അതൊരു ബ്ലൂ ആഷ് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദ ഗിവൺ കാറ്റോൺ ഈസ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയത്തിന് കൺഫർമേറ്ററി ആണത്. ഇപ്പം 2 ടെസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, ഒന്ന് സോഡിയം ഹൈഡ്രോക്സ് ഒഴിച്ചുള്ളതും, രണ്ടാമത്തെ എന്താണ്? ആഷ് ടെസ്റ്റാണ്. ഒരു കാര്യം എടുത്തു പറയുന്നു, ആഷ് ടെസ്റ്റ്, ഫ്ലെയിം ടെസ്റ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ചെയ്ത് കാണിക്കേണ്ടി വരും. ചിലപ്പോൾ വൈവായുടെ സമയത്ത് അത് ചെയ്തോന്ന് ചോദിക്കും. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കേട്ടോ. അതുകൊണ്ട് ഈ പറയുന്നത്. അപ്പോൾ അലൂമിനിയത്തിന് കൺഫർമേറ്ററി മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ.